CPM-നെ വിമർശിച്ച CPI വടകരയിൽ കാഫിർ സ്ക്രീൻഷോട്ട് തിരിച്ചടിയായി. CPI കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിലാണ് വിമർശനം ഉയർന്നത്. കാഫിർ സ്ക്രീൻഷോട്ട് പരാജയത്തിന് കാരണമായി CPI മന്ത്രിമാർ നോക്കുകുത്തികളായെന്ന വിമർശനം. കൂടുതൽ വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേർന്നുണ്ട്. ശിവദാസ, കൂടുതൽ വിഭാഗീയത മറനീക്കി പുറത്തുവരികയല്ലേ? CPM-ഉം CPI-യും തമ്മിലുള്ള ഒരു ആഭ്യന്തര കലഹം കൂടിയാണ് ഇപ്പോൾ CPI-യുടെ ജില്ലാ സമ്മേളനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ കോഴിക്കോട് ജില്ലാ സമ്മേളനം നാദാപുരം കല്ലാച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജില്ലാ സമ്മേളനത്തിലാണ് CPM-നെതിരെ കടുത്ത വിമർശനം CPI-യുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. 3 ദിവസങ്ങളിലായിട്ടാണ് ഈ ജില്ലാ സമ്മേളനം നാദാപുരം കല്ലാച്ചിൽ നടക്കുന്നത്. ഈ സമ്മേളനത്തിലാണ് ഇടതുപക്ഷത്തിലെ പ്രധാന മുന്നണി കൂടിയായിട്ടുള്ള CPM-നെതിരെ കടുത്ത വിമർശനം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ഘടകകക്ഷികളെ യോജിപ്പിക്കുന്നതിലോ ഒരുമിപ്പിക്കുന്നതിലോ CPM-ന് കൃത്യമായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അവർ അതിൽ പരാജയപ്പെടുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതിന് കാരണം ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദമാണ്. അത് ഈ വിവാദം വന്നതോടുകൂടി ഇത് ഇടതുപക്ഷത്തെ വലിയ രീതിയിൽ തന്നെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. അതോടെ തന്നെ വലിയ രീതിയിലുള്ള വോട്ട് ചോർച്ചയും ഉണ്ടായിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ വടകരയിൽ ഇത് CPM-നും ഇടതുപക്ഷത്തിനും ഒരുപോലെ തന്നെ തിരിച്ചടിയാകാനുള്ള ഒരു പ്രധാന കാരണം. വടകര മണ്ഡലം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ്. പണ്ട് ആനകുത്തിയാൽ പോലും മറിഞ്ഞു വീഴാത്ത കോട്ട എന്നായിരുന്നു ഇടതുപക്ഷം ഈ മണ്ഡലത്തെ വിശേഷിപ്പിച്ചിരുന്നത്. അതിനുശേഷം മുല്ലപ്പള്ളി രാമചന്ദ്രൻ അടക്കം ഈ മണ്ഡലത്തിൽ നിന്നും വിജയിച്ചെങ്കിൽ പോലും ഇടതുപക്ഷത്തിന്റെ ഒരു അടിത്തറ ഇവിടെ നിന്നും ഇളകിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പ്രതീക്ഷയായിരുന്നു. പ്രത്യേകിച്ച് KK ശൈലജ ടീച്ചർ ഇവിടെ മത്സരിക്കുമ്പോൾ വലിയൊരു പ്രതീക്ഷ ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ നേരെ തിരിച്ച് ഷാഫി പറമ്പിൽ വലിയൊരു ഭൂരിപക്ഷത്തിന് ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയാണ് ഉണ്ടായത്. ഇതിന് പ്രത്യേകമായി ഒരു കാരണം അവർ പറയുന്നത് ഈ കാഫിർ സ്ക്രീൻഷോട്ട് അടക്കമുള്ള ഇത്തരത്തിലുള്ള വിവാദങ്ങളാണ്. അത് വലിയ തിരിച്ചടിയായി എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ CPI-യുടെ ജില്ലാ സമ്മേളനത്തിൽ CPI മന്ത്രിമാർക്ക് എതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഭക്ഷ്യ വിഭവ വകുപ്പ് മന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ട്. ഒരു നോക്കുകുത്തിയെ പോലെയാണ് CPI മന്ത്രിമാർ പ്രവർത്തിക്കുന്നത്. ഭക്ഷ്യമന്ത്രി കൃത്യമായി ബജറ്റ് വിഹിതം പോലും ചോദിച്ചു വാങ്ങാനോ അല്ലെങ്കിൽ അത് വാങ്ങി കൃത്യമായി വിതരണം ചെയ്യാനോ ഒന്നും തന്നെ ഭക്ഷ്യവകുപ്പ് മന്ത്രിക്ക് കഴിയുന്നില്ല. ഇങ്ങനെ CPI മന്ത്രിമാർക്കെതിരെ പോലും രൂക്ഷമായ വിമർശനമാണ് CPI-യുടെ ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നത്. 3 ദിവസമാണ് CPI-യുടെ ജില്ലാ സമ്മേളനം നടക്കുന്നത്. 26-ാം തീയതി ജില്ലാ സമ്മേളനം സമാപിക്കും. വിഷ്ണു. എന്തായാലും ശിവദാസ് തുടരുക. CPI CPM വിഭാഗീയത വീണ്ടും മറനീക്കി പുറത്തുവരികയാണ്.